നെയ്യാറ്റിൻകരയിലെ സമാധി സ്ഥലം പൊളിക്കാനുള്ള തീരുമാനം ഹിന്ദു ആചാരം വ്രണപ്പെടുത്തുന്നതാണെന്നും അത് അനുവദിക്കില്ല എന്നും ഗോപൻ സ്വാമിയുടെ മക്കൾ. ഹിന്ദു ഐക്യവേദിയുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അതേ മുകളിലിരിക്കുന്ന ഈ വീടിൻ്റെ മുകളിലിരിക്കുന്ന ബിഷംബരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത്. ഈ പരാതി കൊടുത്തിട്ട് ഉള്ള ആൾ ഞങ്ങളുടെ ജാതിയുമല്ല. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, നമ്മുടെ ബന്ധുക്കളുമല്ല. അത് 100% ഉറപ്പ്. പിന്നെ അയാളുമായിട്ട് ഞങ്ങളുള്ള പ്രശ്നം വരാനായിട്ട് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ കൂടെ വഴി കൊടുക്കാത്തതിൻ്റെ കാരണം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് ഇനി സാർ എന്ത് ചോദിച്ചാലും ഞാൻ പറയാം. കാര്യം ഇവിടെ അജിത മെമ്പറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും. കാര്യം ഈ ബിഷംബറിന് വേണ്ടി റോഡ്, അതായത് ഇന്നലെ ബന്ധുവാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്ത ഈ ബിഷംബറിന് വേണ്ടി റോഡ് ഞങ്ങളുടെ വസ്തുവിൽ നിന്ന് കൊടുക്കാനായിട്ട് അജിത മേഡത്തിനെ വിളിച്ചുകൊണ്ടുവന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഷംബരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേ കൂടെ വഴി തരുമോ ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞ കേൾക്കണം. അപ്പോൾ വഴി തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിത് എൻ്റെ ധ്യാനത്തിനൊക്കെ വന്നിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ പ്രായമൊക്കെ എത്തുമ്പോൾ ഞാൻ സമാധിയാവേണ്ട സ്ഥലമാണ്. അതെങ്ങനെ ഇതപ്പോൾ പൊളിച്ചൊരിക്കലും മാറ്റാൻ പറ്റൂല എന്ന് അജിത മേഡത്തിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പോസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 9-ാം തീയതി 4-നും 6-നും അകത്താണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. ഞാൻ തന്നെ അടിച്ചത് ആലുമൂട്ടിന്ന്. ഇതിപ്പോൾ അച്ഛൻ്റെ പോസ്റ്റ് ഉണ്ട് ആ പ്രിന്റിൽ. ഇപ്പോൾ ഹിന്ദു ആചാരം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും. അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങളും കൂടെ നമുക്ക് ഉറപ്പിക്കണം. കാര്യം ഹിന്ദു ആചാര്യത്തെ ഞങ്ങളാരും വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ ജീവിതത്തിലേക്കാണ് സന്യാസ ജീവിതമാണ് അച്ഛൻ്റെത്. കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുത്തമലയിൽ ഒരു അച്ഛൻ ആശ്രമമുണ്ട്. ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകുണ്ഠ സ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ. പക്ഷെ അത് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ സന്യാസി എന്ന് പറയുന്നത് അച്ഛൻ സന്യാസി തന്നെയാണ്. അച്ഛൻ നമുക്ക് ഋഷീശ്വരന്മാരെ പോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു മിനിറ്റ്. അച്ഛൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ കാവി വസ്ത്രമാണ്, കാവി മുണ്ടാണ്, കാവി ഷർട്ടാണ് അച്ഛൻ ധരിക്കുന്നത്. അച്ഛൻ്റെ വേഷം ഏതാണെന്ന് പറയും. ഇല്ല, ഞങ്ങളടുത്ത് മൊഴിയെടുക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് നോട്ടീസ് തരണ കാര്യം അതപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ രഞ്ജിത്ത് അഭിഭാഷകൻ പറഞ്ഞത് നോട്ടീസ് കിട്ടി. ഇല്ല രഞ്ജിത്ത് സാറ് വിളിച്ചപ്പോൾ രഞ്ജിത്ത് സാറ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് മാത്രമേ അവർക്ക് തീരുമാനങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം ഇതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനമെടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മളത് അപ്പോഴുള്ള കാര്യമല്ലേ. അതല്ല, ഇന്നലെ നിങ്ങളെ അനുകൂലിച്ച സംഘടനകൾ പറഞ്ഞത് നിങ്ങൾക്ക് ആലോചിക്കാൻ 2 ദിവസത്തെ സമയം വേണം. കാര്യം കുടുംബത്തിനും ഈ സംഘടനകൾക്ക് ആലോചിക്കാൻ സമയം വേണം, നിങ്ങൾക്ക് കോടതിയിൽ ഉൾപ്പെടെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ അങ്ങനത്തെ നമ്മൾ 2 ദിവസമല്ല, നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി ഈ സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചറിയണം. അതിനുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ചോദിച്ചറിയണം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഗ്യാപ്പ് ചോദിച്ചിട്ടുള്ളത്. ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്താണേലും ഈ സ്ലാബ് പൊളിക്കേണ്ടി വരും എന്ന് അവർ പറഞ്ഞിരുന്നില്ലേ?
ഉദ്യോഗസ്ഥർ സബ് കളക്ടർ പൊളിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അല്ല, ഇന്നലെ നിങ്ങളെ നെയ്യാറ്റിങ്കര സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയപ്പം എന്താണെങ്കിലും ഇത് പൊളിക്കേണ്ടി വരും എന്ന് അവർ അറിയിച്ചില്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞ ആദ്യം അതാണ് പറഞ്ഞത്. RDO ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല, കളക്ടർ ഞങ്ങളുടെ അടുത്ത് ഈ പൊളിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവിടെ എന്താണ് നടന്നതെന്ന് RDOയും പറഞ്ഞിട്ടില്ല, കളക്ടറും ഇതിനെക്കുറിച്ചായിട്ട് പറഞ്ഞിട്ടില്ല. നെയ്യാറ്റിങ്കര DYSP ഓഫീസിൽ വെച്ച് ചർച്ചയില്ലായിരുന്നോ? അപ്പോഴോ എങ്ങനെ കേട്ടില്ല? നെയ്യാറ്റിങ്കര DYSP ഓഫീസിൽ രാജസേനനും സനന്ദനും പോയിരുന്നു. ആ സമയത്ത് ചർച്ചകൾ നടന്നില്ലേ? ആ സമയങ്ങളിൽ ചർച്ചകൾ നടന്ന്, പക്ഷേ അവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോട്ടീസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.